കൃഷ്ണനും ശാംബുകനും. ഒരു പാഠം പകർന്ന കഥ. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ തന്റെ സുഹൃത്തുക്കളായ പാണ്ഡവന്മാരുമായി വനവാസത്തിലായിരുന്നു. അവർ തപസ്സിലും ധ്യാനത്തിലും മുഴുകിയിരുന്നു. അക്കാലത്ത് അവരുടെ തപസ്സിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ശല്യക്കാരനുണ്ടായിരുന്നു. ശാംബുകൻ എന്നൊരു ചാണ്ടാലനായിരുന്നു അയാൾ. ശാംബുകൻ ഒരു സഹസ്രനാമാവർത്തനം ചെയ്യുന്ന ഒരു യോഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ തപസ്സിന്റെ ശക്തി കൂടിയതോടെ അത് പാണ്ഡവന്മാരുടെ തപസ്സിനെ ബാധിക്കാൻ തുടങ്ങി. പാണ്ഡവന്മാർക്ക് തങ്ങളുടെ ധ്യാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമായി. അവർ കൃഷ്ണനോട് പരാതിപ്പെട്ടു. കൃഷ്ണൻ അവരെ സമാധാനിപ്പിച്ച് താൻ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ശാംബുകന്റെ അടുത്തെത്തിയ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ തപസ്സിനെ തടസ്സപ്പെടുത്തി. ശാംബുകൻ കോപാധീനനായി. അദ്ദേഹം കൃഷ്ണനെ ശപിച്ചു. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ശാംബുക, നിന്റെ തപസ് അത്ഭുതകരമാണ്. പക്ഷേ അത് മറ്റുള്ളവരുടെ ശാന്തിയെ ബാധിക്കരുത്. ഒരു യോഗിയുടെ ലക്ഷ്യം സ്വയം പരിപൂർണതയാണ്, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതല്ല. ശാംബുകന് തന്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം കൃഷ്ണനോട് മാപ്പുപേക്ഷിച്ചു. കൃഷ്ണൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് തന്റെ തപസ് തുടരാൻ അനുവദിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി മറ്റുള്ളവരുടെ ശാന്തിയെ ബാധിക്കാതെ തപസ് ചെയ്യണമെന്ന്. ഈ സംഭവത്തിലൂടെ കൃഷ്ണൻ പഠിപ്പിച്ചത് സ്വയം പരിപൂർണതയാണ് ലക്ഷ്യം, പക്ഷേ അത് മറ്റുള്ളവരുടെ സന്തോഷത്തെ ബാധിക്കരുത് എന്നാണ്. യോഗിയുടെ ജീവിതം സമൂഹത്തിന്റെ ഭാഗമാണ്, അതിനാൽ സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട്. ഈ കഥ ഓർമ്മപ്പെടുത്തുന്നത് സ്വയം വളരുന്നതിനൊപ്പം മറ്റുള്ളവരെയും പരിഗണിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്.